പാർട്ടിക്ക് എതിരായിട്ടുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വരുമ്പോൾ അതിനെല്ലാമുള്ളൊരു ഉത്തരമായിരുന്നു കോടിയേരി. ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ സമയം വരുമ്പോൾ ഒക്കെ തന്നെ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഓർമ്മ മനസ്സിൽ ആളുകൾ വിരിയുന്നു അല്ലെങ്കിൽ മനസ്സിൽ പതിയുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ ജനങ്ങളുടെ മനസ്സുകളിൽ അടയാളപ്പെട്ടിട്ടുള്ള ഒരാളെ വിസ്മൃതിയിലേക്ക് പോകാൻ ഏത് കാലഘട്ടത്തിലും ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഖാവ് കോടിയേരി എന്ന് പറയുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും അച്ഛൻ്റെ സ്പേസ് എന്നാണ് കരുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അച്ഛൻ നേരത്തെ എന്തായിരുന്നു അച്ഛൻ്റെ സ്പേസ്? ആളുകളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ, ആളുകൾക്കുള്ള പരാതികൾ കേൾക്കുന്നതിൽ, ആളുകൾക്ക് പാർട്ടിയുമായിട്ടുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുന്നതിൽ, വ്യക്തികൾക്ക്, സംഘടനകൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് എമ്മിനോട് ചേർന്ന് നിൽക്കാൻ എന്നുള്ളതിൻ്റെ ഒരു പാലം കൂടിയായിരുന്നു കോടിയേരി. അപ്പം ആ അർത്ഥത്തിൽ ഇപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ എമ്മിനകത്ത് കൂടുതൽ വ്യക്തികളെയും കൂടുതൽ മുന്നണികളെയും കൂടുതൽ ആളുകളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തുന്ന രീതിയിലേക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ എന്തായിരുന്നു അച്ഛൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അത് തുടരുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ഓർമ്മകളുണ്ടാവും അച്ഛൻ്റെ കാലത്തെ. എങ്ങനെയാണ് 3 വർഷം പിന്നിടുമ്പോൾ ഓർത്തെടുക്കും? ഇപ്പോൾ അച്ഛൻ ഇല്ലായിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷമാണ്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ബിനീഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ, ഞാൻ കൂടുതലും ദുബായിൽ നിൽക്കുന്ന ഒരാളാണ്, ഇപ്പോൾ ഏതൊരു മലയാളിയെ കാണുമ്പോഴും അവർക്കെല്ലാം ആദ്യം അച്ഛനെക്കുറിച്ച് ഉള്ള വാക്കുകളായിരിക്കും ആദ്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അച്ഛനെക്കുറിച്ച് ഓർക്കുന്നു, ഇപ്പോഴും ഓർക്കുന്നു. അച്ഛനില്ലാത്ത വേദന എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും.